തുടക്കം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ, അതുപോലെ തന്നെ ആന്റണി പെരുമാവന്റെ മകൻ ആശിഷ്. ഇവര് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള, അല്ല, വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സിനിമ. അപ്പോൾ ആശിഷിന്റെ റോൾ എന്താണ്? ലിയോ കണ്ടതല്ലേ? ലിയോയ്ക്കകത്ത് സാൻഡി മാസ്റ്റർ അവതരിപ്പിക്കുന്ന ആ ഒരു സൈക്കോ വില്ലനില്ലേ, ചോക്ലേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ഒരു സെറ്റ്, അതുപോലത്തെ ഒരു ഐറ്റം ആണ്. അധികം സംസാരമില്ല, ഉള്ളി പ്രവൃത്തി. ഒരു പൊടിയെടുക്കുന്നു, വലിക്കുന്നു, പിന്നെ കാണുന്നവനെയൊക്കെ തല്ലിക്കൊല്ലുന്നു, അത്യാവശ്യം പീഡനം, അല്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പുള്ളിയെ കാണിക്കുന്ന. ആ ഒരു സൈക്കോ സെറ്റപ്പിലാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു തുടക്കം പറയാനാണെങ്കിൽ സായികുമാർ അവരുടെ മകള് ചിപ്പി ഭാര്യയായിട്ട് വരുന്നു. ഒരു പാട്ടിൽ കൂടെ ആ സിനിമയുടെ ഒരു ഗ്രാഫ് ഇങ്ങനെ കയറി വരുന്നു. ആ പാട്ടിൻ്റെ അകത്തൂടെ മകളുടെ വളർച്ചയും അമ്മയുടെ നഷ്ടപ്പെടലും ആ ഒരു ഇത് കാണിക്കുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് വളർന്നു വന്ന ആ മകൾ, അതാണ് നമ്മുടെ വിസ്മയ മോഹൻലാൽ. അപ്പം വിസ്മയ മോഹൻലാൽ മീനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇതിനകത്ത് ചെയ്യുന്നു. സായികുമാറിന്റെ റോള്, അപ്പൻ റോള്, പുള്ളിക്കാരൻ്റെ കാലിനൊക്കെ പ്രശ്നമുണ്ട്. അപ്പം പുള്ളി ഒരു വില്ലേജ് ഓഫീസറൊക്കെയാണ്. അങ്ങനെ പോകുന്ന ഫാമിലി. പെട്ടെന്ന് തന്നെ സ്റ്റോറിയിലേക്ക് ഉള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ നമ്മുടെ ആശിഷിന്റെ ആ വില്ലനിസം കാണിക്കുന്നു. അവൻ ആരാണ്, എന്താണെന്നുള്ളതൊക്കെ കാണിക്കുന്നു. അവൻ എന്തിനു വേണ്ടി കൊല്ലുന്നു, ആളുകളെ കൊല്ലുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നു. സസ്പെൻസ് ഇല്ല, നേരെ ഡയറക്റ്റ് തന്നെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു യാത്രയിൽ എക്സാം, ഒരു ബാങ്കിന്റെ എക്സാം എഴുതാൻ പോകുന്ന വിസ്മയ മോഹൻലാലിനെ, മീനുവിനെ തിരികെ എത്താതെ വരുമ്പോഴത്തേക്കും സായികുമാർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു തുടക്കം. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരള പോലീസിനെ ഇതിൻ്റെ അകത്ത് വെറും ഊശിയാക്കി കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ജാഫർ ഇടുക്കിയുണ്ട്, മനോജ് കെ ജയനുണ്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, അല്ല, പോലീസ് ഓഫീസ്, അവിടെയുള്ള ഓഫീസേഴ്സാണ് അതുപോലെ തന്നെ. ഒരു കേസ് പോലും ഒരാൾ പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ജാഫർ ഇടുക്കി മാന്യമായിട്ടുള്ള രീതിയിൽ അവിടെ വളരെ നിസ്സഹായനായിട്ടുള്ള പാവപ്പെട്ട ഒരു പോലീസിനെ അവിടെ ചെയ്യുന്നുണ്ട്, ഒരു സഹതാപം. പക്ഷേ കൂടെയുള്ള അദ്ദേഹത്തിന്റെ പേര് മറന്നു, പക്ഷെ അദ്ദേഹം ഡയസറിയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പേര് ഓർക്കാത്തതുകൊണ്ട് ഒന്നും തോന്നല്ല, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ചൊറിയൻ ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത്. പിന്നെ മനോജ് കെ ജയൻ അതിൻ്റെ അകത്തൊരു എന്താ പറയുന്നത്, ഐപ്പ് സാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. കൊള്ളാം പുള്ളിയുടെ റോള്. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസ് ഭയങ്കര സ്ലോ ആയിട്ട് സിനിമയാകുമ്പോഴത്തേക്കും, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, സിനിമയിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ പോലും അവിടെ ഒരു നിസ്സംഗഭാവം കാണിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകർ ഇപ്പം അതെങ്ങനെയാണ്, അതെനിക്കൊരു ഇതായിട്ട് തോന്നി, വല്ലായ്മ തോന്നി. ഇത് ആദ്യത്തെ പകുതിയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ്മയ ഈ സിനിമയിൽ വിസ്മയയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. വിസ്മയ പോയി വള്ളി പിടിക്കുന്നു. വിസ്മയ പോയി പിടിക്കുന്ന വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ല, വഴിയെ പോകുന്ന വള്ളി കയറി പിടിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ പുറകെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്, അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നീട് ഈ പറയുന്ന ഈ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വില്ലൻ, ഇതിനകത്ത് കാണിക്കുന്ന സൈക്കോ ആയിട്ടുള്ള ആശിഷ്, അതായത് ആന്റണി പെരുമാവന്റെ മകൻ, ഒരു വിസ്മയോടൊരു ദേഷ്യം ഉണ്ടാകുന്നു. അതൊരു ഭയങ്കരമായ ദേഷ്യം, അവൾക്കിട്ട് പണി കൊടുക്കണം. അപ്പോൾ വിസ്മയ ഇതിനകത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, തുടക്കക്കാരിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നാം പകുതിയിൽ എനിക്ക് തോന്നി. സിനിമയിൽ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെ സിനിമ പോകുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് ചില സമയത്ത്, എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നാം പകുതിയിൽ തോന്നി. മറ്റേ ആശിഷിന്റെ വില്ലനിസവും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് എങ്കിലും. പിന്നെ ഇതിൽ വരുന്നത് ബോബി കുര്യനുണ്ട്. ബോബി കുര്യന്റെ ക്യാരക്ടറും ഒരു ചൊറിയൻ ക്യാരക്ടറാണ്. അദ്ദേഹം വില്ലനാന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജൂഡ് ആന്റണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം സിനിമ തീരാറാകുമ്പോൾ 1-2 ഡയലോഗ് അടിക്കുന്ന ചിരി വരും. ഒരു ചൊറിയൻ ക്യാരക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന 1-2 ഡയലോഗ്സ് നമുക്ക് ചിരിയൊക്കെ വരുത്തും. ചിരി വരുത്തുന്ന പറഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ച് വരുന്ന കേട്ടോ, ചുമ്മാ വരുത്തുന്നതല്ല, സിറ്റുവേഷൻ അനുസരിച്ച്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാം പകുതി ഇങ്ങനെ നമ്മൾ ഒരു സീരിയസ് ലെവലിലാണ് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ അങ്ങ് നിൽക്കുന്നു. പിന്നെ ഇതിലൊരു പട്ടിയുണ്ട്, ഒരു ലാബഡോർ പട്ടിയുണ്ട്. പട്ടിയുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ പട്ടിയുടെ ഒക്കെ ആവശ്യം വരുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ടാം പകുതി തുടങ്ങുമ്പോൾ തന്നെ വിസ്മയുടെ ഒരു മാസ് എലമെന്റ് നമുക്ക് കാണാം. പുള്ളിക്കാരി അത്യാവശ്യം മാർഷ്യൽ ആർട്സ്, മോയ്തായ് എന്ന് പറയുന്ന മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ആളും കൂടി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പഞ്ച് നമുക്ക് ഒറ്റ
വില്ലനിട്ട് ഒരെണ്ണം കൊടുക്കുന്ന ഒരു സീനുണ്ട്, നെഞ്ചാങ്കോട് നോക്കി കൊടുക്കുന്ന ഒരു സീനുണ്ട്. കൊടുക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം, അടിപൊളി സാധനമാണ്. പക്ഷേ പിന്നെയും എന്താ പറയുന്നത്, അത്രയും ഇതുള്ള ഒരു ആള് പിന്നെയും നമുക്ക് ഒരു മാസ് കാണിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് അയ്യോ എന്നുള്ള പരിവമായി പോകും. പിന്നെയും അവിടെ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാം പകുതിയിൽ ഒരു ഘട്ടത്തിൽ ഇതിൽ പിന്നെ ഗണേഷ് കുമാർ ഉണ്ട്, നമ്മുടെ ജെയ്സ് എന്ന് പറയുന്ന ആക്ടറുണ്ട്. ആക്ടേഴ്സിനെ കുറിച്ച് എല്ലാം പറയണം. ഗണേഷ് കുമാർ ഒരു ഈ സായികുമാറിനെ ചൊറിയാൻ വേണ്ടി വരുന്ന വില്ലേജ് ഓഫീസറിനെ ചൊറിയാൻ വേണ്ടി നമ്മൾ നോർമലി കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും സ്ഥലത്തിന്റെ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പെർമിറ്റിനോ ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ നടപടി ഇല്ലാതെ വരുമ്പം കർക്കശക്കാരനായ വില്ലേജ് ഓഫീസറും കൂടിയാണെങ്കിൽ അവിടെ ഒരു ചൊറി ഉണ്ടാവുമല്ലോ, ആ ചൊറിക്ക് വേണ്ടി വരുന്നതാണ്. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം, ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ആ സിനിമയ്ക്ക് ഒരു ഗ്രേസ് തോന്നിയത് ലാലേട്ടൻ്റെ എൻട്രിയോട് കൂടി തന്നെയാണ്, പറയാതിരിക്കാൻ മേല. ലാലേട്ടൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന മകളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ സായികുമാറിൻ്റെ മകള്, അതായത് നമ്മുടെ ലാലേട്ടൻ്റെ മകളുടെ അടുത്തേക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്ന ഒരു സീനുണ്ട്. ഭയങ്കര മാസമായിട്ടല്ല വരുന്നത്. പക്ഷെ പുള്ളി വന്നങ്ങ് നിൽക്കുമ്പോൾ വളരെ നല്ലൊരു ഗ്രേസ് ആണ്. എനിക്ക് ആ സിനിമയിൽ ഒരു ഗ്രേസ് തോന്നിയത് അവിടെയാണ്. ഈ ഇടയ്ക്കൂടെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കാര്യങ്ങൾ അത്രയും നേരം ഇങ്ങനെയൊക്കെ പോയെങ്കിലും ലാലേട്ടൻ വന്നു കഴിഞ്ഞ ഒരു ഗ്രേസ് ഉണ്ട്. പിന്നെ ലാലേട്ടൻ വരുമ്പോൾ ഒരു ഫൈറ്റ് സീൻ വേണമല്ലോ, ഫൈറ്റ് സീനുണ്ട്. നമുക്കത് കൊള്ളാം, നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ പടത്തിന്റെ ആ ഒരു സെറ്റപ്പ് അങ്ങ് മാറുമല്ലേ, കുറച്ചുകൂടെ ഒരു ഗ്രേസ് ഫീൽ എനിക്ക് ചെയ്തു. പിന്നീട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന മകള് ആ സമയം കൊണ്ട് മോട്ടിവേറ്റഡ് ആവുന്നു. പിന്നീട് പുള്ളിക്കാരുടെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അവസാനം അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു ലാലേട്ടൻ വന്നു പോയതിന് ശേഷം ആ പടത്തിനൊരു ഗ്രാഫ് നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ എനിക്ക് നന്നായിട്ട് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തെങ്കിലും പിന്നീട് പടം അങ്ങോട്ട് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തൊട്ട് പടം ഒന്ന് കയറുന്നുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ ഈ പറയുന്ന പോലെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ എന്ന് പറയുന്നുണ്ടെന്ന് തോന്നില്ല, അവിടെ ഒരു ഗ്രേസ് ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയ്ക്കൊരു നല്ലൊരു എന്തോ ഒരു ഭംഗി ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സീന്. പിന്നെ പുള്ളിയുടെ ഒരു ഇതുണ്ട്, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ സിനിമയുടെ പേര് മറന്നു, പഴയ പടങ്ങളിലൊക്കെ ലാലേട്ടൻ ഇങ്ങനെ വന്നിട്ട് നമുക്കൊരു ഒരു ഓറ തോന്നുന്നുണ്ടല്ലോ. അത് മാസ് കാണിച്ചിട്ടല്ല, പുള്ളി വന്ന് നിന്നാ മതി, അതാണ്. പിന്നെ ഫൈറ്റ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നത്, മകള് നമ്മുടെ വില്ലനുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. മെയിൻ വില്ലൻ ആശിഷ എന്നുള്ളത് പറഞ്ഞല്ല, അത് സർപ്രൈസ് എലമെന്റ് ഒന്നും അല്ല. ഇവൻ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ അവനെ അടിച്ച് തൂഫാനാക്കുന്ന സീനുണ്ട്. അവസാനത്തെ ഒരു ക്ലൈമാക്സിലെ ഫൈറ്റ് പുള്ളിക്കാരി തകർത്തിട്ടുണ്ട്. പെട്ടച്ചെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഒരു സിനിമയുടെ എൻഡിങ് എപ്പോഴും നന്നാകുമ്പോൾ നമുക്ക് അവിടെ അത്ര നേരം മുമ്പെന്നിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഒരു ഞാനൊന്ന് പമ്പായത് അവിടെ കൊണ്ടാണ്, ആ ഭാഗങ്ങളിലാണ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു പകുതി എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെ അല്ലായിരുന്നു. ഞാൻ എന്താ പറയുന്നത്, ചുമ്മാ നമ്മൾ പൊക്കിയടിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാം പൊക്കിയടിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഉള്ളത് പറയണം. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പൊട്ടിന വീര എന്ന് പറയുന്നത് പോലെ ആന്റണി പെരുമ്പാവൂരും ഇതിനകത്തുണ്ട്. ഒരു സാഹചര്യത്തിൽ അദ്ദേഹവും വരുന്നുണ്ട്, കൊള്ളാം. അദ്ദേഹം വരുന്ന സീനാണ്, മോശമാണെന്നല്ല പറയുന്നത്. ഒരു സാഹചര്യത്തിനനുസരിച്ച് ലാലേട്ടനൊപ്പം അദ്ദേഹവും വന്നു പോകുന്നുണ്ട്. നമുക്കത് കൊള്ളാം. തിയേറ്ററിലാണെങ്കിൽ അദ്ദേഹം വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ, ആൾക്കാർക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട് അദ്ദേഹത്തെ കാണിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നത്. സിനിമ കൊള്ളാം, പുള്ളിക്കാരുടെ ഒരു ആദ്യത്തെ മൂവി എന്ന നിലയിൽ സിനിമ കൊള്ളാം. പിന്നെ ഈ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ്, അവസാനത്തേക്കാണ് ലാലേട്ടൻ വന്ന് പോയി കഴിയുമ്പോൾ തൊട്ട് എനിക്ക് സിനിമ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കോട്ടയം രമേശൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം രമേശ് എന്ന് പറയുന്ന നടനെ കുറിച്ചും കൂടെ ഞാൻ പറയാം. നമുക്ക് അതുല്യനായ നമ്മുടെ തിലകൻ എന്ന് പറയുന്ന നമ്മുടെ മൺമറഞ്ഞു പോയ അതുല്യനായ നടൻ, അദ്ദേഹത്തിനൊപ്പം പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം അന്ന് ചെയ്തിരുന്ന പോലത്തെ ക്യാരക്ടേഴ്സിന് ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് പറ്റും. അതിനുള്ള ഒരു ഒരാളുണ്ട് അദ്ദേഹം. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതിൽ ഞാൻ ആരെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ താരങ്ങൾ
ഉണ്ട് ഇതിനകത്ത്. നമുക്ക് കൂടുതലായിട്ടും ഈ സായികുമാറിനെ ഞാൻ അതിൻ്റെ അകത്ത് കണ്ടു, സായികുമാറിനെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പയ്യനുണ്ട്. പുള്ളീനെയൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി. സായികുമാറിൻ്റെ ഒരു ഷേപ്പൊക്കെ പുള്ളി ചെയ്യുമ്പോഴത്തേക്കും റീൽ ചെയ്യുമ്പോൾ കാണാറുണ്ട്. ആ പുള്ളി അങ്ങനെ കുറച്ച് താരങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പിന്നെ വന്നിട്ടുണ്ട്. വിനോദ് കെടാമംഗലം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഒരു ബസ്സിലെ സീനുണ്ട്, അതിൽ ഇദ്ദേഹം വന്നിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ ചേച്ചിയുടെ പേര് ഞാൻ വിട്ടുപോയി. ഈ മയവിൻ്റെ അകത്തെ ആ മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ച നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ഇതിൻ്റെ അകത്തുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജോളി എന്നാണോ ചേച്ചിയുടെ പേര് എനിക്കറിയില്ല, മാറിപ്പോയാൽ ക്ഷമിക്കുക. പിന്നെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇഷ്ടംപോലെ താരങ്ങളുണ്ട് ഈ സിനിമയിൽ, ഇഷ്ടംപോലെ താരങ്ങൾ. അപ്പം അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഇത്. എന്നെ സംബന്ധിച്ച് രണ്ടാം പകുതിയിലെ ആ ഒരു ഇതിലാണ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ചാൽ ഓക്കെ, എനിക്ക് കൊള്ളാം എന്ന് തോന്നിയത്. ലാലേട്ടൻ ഈ സിനിമയിൽ ഉണ്ടെന്നറിയാം. നമ്മളെ സംബന്ധിച്ച് ഞാൻ വീണ്ടും അത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ലാലേട്ടനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് പുള്ളി ഒരു ഒറ്റ വരവ് വരുന്നു, ഒരു ട്വിസ്റ്റ്, ഒരു രക്ഷകൻ റോളിലൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആള് അല്ലാതെ വരുന്നത്, നൈസായിട്ട് വരുന്നു, കാണിക്കുന്നു. പിന്നെ ഒരു മാസ് ഫൈറ്റ്, പിന്നെ ഈ പറയുന്ന പോലെ അവസാന സിനിമ തീരുമ്പോഴും അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഈ സിനിമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ബാക്കി ഉള്ള ആളുകളൊക്കെ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.